സമൂഹത്തെ നിന്ദിക്കരുതും. ഒറ്റ വാക്യമേ ഉള്ളൂ ഇന്നത്തെ വചനത്തിൽ. സമൂഹത്തെ നിന്ദിച്ച് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു കൂട്ടര നിങ്ങളല്ലേലും അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ്. ചിലപ്പോൾ ചില സമയത്ത് സ്കൂളിലൊക്കെ കേട്ടിട്ടുണ്ട്, എന്റെ പൊന്നു ഈ ക്ലാസ് ആണ് ഏറ്റവും മോശം ക്ലാസ് എന്നൊക്കെ പറയാ ടീച്ചർമാരെ. സത്യം പറഞ്ഞാൽ അത് ഭയങ്കരമായി വേദനിപ്പിക്കുന്ന ഒന്നാണ്. ഞങ്ങൾ ഏറ്റവും മോശക്കാരാണെന്ന് പറഞ്ഞ് നമ്മൾ മുദ്ര കുത്തുന്നത്. ചിലപ്പോൾ ചില ഇടവകളിൽ കണ്ടിട്ടുണ്ട്. ചില ഇടവകളുടെ ചില ഭാഗത്തുള്ളവർ അവർ ഭയങ്കര മോശക്കാരാണെന്ന് ആ ഇടവകയിൽ മൊത്തത്തിൽ അങ്ങ് ചിത്രീകരിച്ചു വെക്കും. എന്നിട്ട് അവർ ചെയ്യണതെല്ലാം ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആൾക്കാരാണ്. അങ്ങനെയാണ് അതിനെ കണക്കാക്കുന്നത്. ചിലപ്പം അങ്ങനെ നമ്മളുടെ സമൂഹങ്ങളിലെല്ലാം ഉണ്ട്. അങ്ങനെ മുദ്ര കുത്തി മോശക്കാരാക്കി ആ സമൂഹത്തെ മുഴുവനും നിന്ദിച്ച് സംസാരിക്കുന്ന ആൾക്കാർ. ചിലപ്പോൾ ചില അച്ഛന്മാർ അങ്ങനെ സംസാരിക്കാറുണ്ട്. ഇടവകയിലെ ചിലപ്പോൾ ചില ആൾക്കാർ ഞങ്ങൾ വളരെ പ്രമുഖരാണ്, അവർ ഭയങ്കര സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാണ് എന്ന ഭാവത്തോടെയും സംസാരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ നമ്മളുടെ സമൂഹങ്ങളിൽ ഏതെങ്കിലുമൊക്കെ സമൂഹങ്ങളെ നമ്മൾ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ച് കളിയാക്കി പുച്ഛിച്ച്, അത് പലപ്പോഴും ചിലപ്പോൾ നിറത്തിന്റെ പേരിലായിരിക്കില്ല കേട്ടാ. ചിലപ്പോൾ സാമ്പത്തിക സ്ഥിതിയുടെയും പേരിലായിരിക്കില്ല. ചില കാര്യങ്ങളുടെ പേരിൽ അങ്ങനെ ആ കുടുംബക്കാർ, അതും ഒരു സമൂഹത്തെയാണ് അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് അടച്ചാക്ഷേപിക്കുകയാണ്. അവർ കൊള്ളില്ല, അവരുമായിട്ട് കൂട്ടിച്ചേരാൻ കൊള്ളൂല എന്നാണ് നമ്മൾ പറയുന്നത്. ഈ കാലത്തൊക്കെ അങ്ങനെ പറയാമോ? സമൂഹത്തെ നിന്ദിക്കരുത്, സമൂഹത്തെ നിന്ദിച്ച് സംസാരിക്കരുത്. ആ സമൂഹത്തിന്റെ ഇടയിൽ നല്ലതും ഉണ്ടാവും, മോശം ഉണ്ടാവും. ഈ മോശമുള്ളതിന്റെ പേരിൽ അവരെ കൂടെയുള്ള നല്ലതിനെയും നമ്മൾ അങ്ങ് നിന്ദിച്ച് സംസാരിക്കാൻ ഇടവരരുത്. തിരിച്ചറിയാൻ പറ്റാത്ത ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.